നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 75-ാം സർഗത്തിലെ 38 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയിരുന്നു. 39 തുടങ്ങി 50 വരെയുള്ള ശ്ലോകങ്ങൾ ഇന്ന് ചൊല്ലി ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. 75-ാം സർഗത്തിലെ 39-ാമത്തെ ശ്ലോകം. സംഗ്രാമേ സമുപോഢേ ച ശത്രുപക്ഷഭയം കരേ പലായമാനോ വധ്യേത യസ്യാര്യോ വനുമതേ ഗതഃ. കപാലപാണി പൃഥിവീം അടതാം ചിരസംവൃതഃ ഭിക്ഷമാണോ യഥോന്മത്തോ യസ്യാര്യോ വനുമതേ ഗതഃ. മദ്യപ്രസക്തോ ഭവതു സ്ത്രീഷ്വക്ഷേഷു ച നിത്യശഃ കാമക്രോധാഭിഭൂതച്ഛ യസ്യാരോ അനുമതേ ഗതഃ. മാസ്യധർമ്മേ മനോ ഭൂയാദധർമ്മഃ സനിഷേവതാം അപാത്രവർഷീ ഭവതു യസ്യാര്യോ അനുമതേ ഗതഃ. സഞ്ചിതാന്യസ്യ വിത്താനി വിവിധാനി സഹസ്രശഃ ദസ്യുഭിർവിപ്രലുപ്യന്താം യസ്യാര്യോ അനുമതേ ഗതഃ. ഉഭേ സന്ധ്യേ ശയാനസ്യ യത് പാപം പരികൽപ്യതേ തച്ച പാപം ഭവേത്തസ്യ യസ്യാര്യോ അനുമതേ ഗതഃ. യദഗ്നിദായകേ പാപം യത് പാപം ഗുരുതൽപകേ മിത്രദ്രോഹേ ച യത് പാപം തത് പാപം പ്രതിപദ്യതാം. ദേവതാനാം പിതॄണാം ച മാതാപിത്രോസ്തഥൈവ ച മാസ്മകാർഷീത് സശുശ്രൂഷാം യസ്യാര്യോ അനുമതേ ഗതഃ. സദാം ലോകാത് സദാം കീർത്യ സജുഷ്ടാത് കർമ്മണസ്തഥാ ഭ്രശ്യതു ക്ഷിപ്രമദ്യൈവ യസ്യാര്യോ അനുമതേ ഗതഃ. അവാപ്സ്യ മാതൃശുശ്രൂഷാം അനർത്ഥേ സോപതിഷ്ഠതാം ദീർഘബാഹുർമഹാവക്ഷ യസ്യാര്യോ അനുമതേ ഗതഃ. ബഹുർഭൃത്യോ ദരിദ്രക്ഷ ജ്വരരോഗസമന്വിതഃ സമായാത് സതതം ക്ലേശം യസ്യാര്യോ അനുമതേ ഗതഃ.
ആശാമാശംസമാനാനാം ദീനാനാമൂർധ്വചക്ഷുഷാം അർത്ഥിനാം വിദധാം കുര്യാത് യസ്യാര്യോ അനുമതേ ഗതഃ. 50-ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ആശാമാശംസമാനാനാം ദീനാനാമൂർധ്വചക്ഷുഷാം അർത്ഥിനാം വിദധാം കുര്യാത് യസ്യാര്യോ അനുമതേ ഗതഃ. 39 തുടങ്ങി 50 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥം ഏകദേശമായി ഒന്ന് പറയാം. ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കർമ്മങ്ങളും ചെയ്തവനുള്ള അധിക പാപം രാമനെ കാട്ടിലെ കയച്ചവനുണ്ടാകട്ടെ എന്ന് ഭരതൻ വീണ്ടും ശപിക്കുകയാണ്. അത്യധികം ദുഃഖിതനും താൻ തെറ്റുകാരനാണോ എന്ന ചിന്തയുമൊക്കെ ഭരതനുണ്ടല്ലോ. അതെല്ലാം കൂടെ ഭരതനെ വല്ലാതെ പിടിച്ച് ഉലയ്ക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല പാപങ്ങളും പേറിയവനുള്ള അധർമ്മം ചെയ്തതിനുള്ള പാപം രാമനെ കാട്ടിലെ കയച്ചവനുണ്ടാകട്ടെ എന്ന് വീണ്ടും വീണ്ടും ശപിക്കുന്നു. അത്രയധികം ധർമ്മിഷ്ഠനും രാമനെ സ്നേഹിക്കുന്നവനുമൊക്കെയാണല്ലോ ഭരതൻ. അതുകൊണ്ട് എത്ര ശപിച്ചിട്ടും എത്ര ദുർഗതി ഉണ്ടാകട്ടെ എന്ന് രാമനെ അയച്ചവൻ ഉണ്ടാകട്ടെ എന്ന് വീണ്ടും വീണ്ടും ശാപം ചൊരിഞ്ഞിട്ടും ഭരതന് തൃപ്തിയാകുന്നില്ല. ഈ ലോകത്തിലുള്ള പാപങ്ങളെയൊക്കെ എടുത്തെടുത്ത് പറയുകയാണ്, എണ്ണി എണ്ണി പറയുകയാണ്. ശ്ലോകം 39. സംഗ്രാമേ സമുപോഢേ ച ശത്രുപക്ഷഭയം കരേ പലായമാനോ വധ്യേത യസ്യാര്യോ അനുമതേ ഗതഃ. 39-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ശത്രുപക്ഷത്തിന് ക്ഷീണമുണ്ടാക്കുന്ന ഘോരയുദ്ധം നടക്കുമ്പോൾ ഇടയ്ക്കിട്ട് വെച്ചോടിപ്പോകുന്നവനെ പോലെ ആര്യനെ പറഞ്ഞയച്ചവൻ വധ്യനാവട്ടെ. യുദ്ധത്തിനിടയിൽ ഓടിപ്പോകുന്നത് ഭീരുവാണല്ലോ. അവനുണ്ടാകുന്ന ആ പാപമല്ല ആര്യനെ കാട്ടിലെ കഴിച്ചവനുണ്ടാകട്ടെ. ശ്ലോകം 40. കപാലപാണി പൃഥിവീം അടതാം ചീരസംവൃതഃ ഭിക്ഷമാണോ യഥോന്മത്തോ യസ്യാര്യോ അനുമതേ ഗതഃ. ശ്ലോകം 40-ന്റെ അർത്ഥം: ആര്യനെ പോകാൻ അനുമതി നൽകിയവൻ കയ്യിൽ കപാലവുമെടുത്ത് മരവുരു ചുറ്റി ഉന്മത്തനെ പോലെ പിച്ചയെടുത്ത് കഴിയുന്നവനായി തീരട്ടെ. ശ്ലോകം 41. മദ്യപ്രസക്തോ ഭവതു സ്ത്രീഷ്വക്ഷേഷു ച നിത്യശഃ കാമക്രോധാഭിഭൂതച്ഛ യസ്യാര്യോ അനുമതേ ഗതഃ. ശ്ലോകം 41-ന്റെ അർത്ഥം: ആര്യനെ പോകാൻ അനുവദിച്ചവൻ മദ്യത്തിലും സ്ത്രീകളിലും ചൂതുകളിയിലും സദാ മുഴുകി കാമക്രോധങ്ങൾക്ക് വശകനായി നശിച്ചു പോവട്ടെ. ശ്ലോകം 42. മാസ്യധർമ്മേ മനോഭൂയാദധർമ്മസനിഷേവതാം അപാത്രവർഷീ ഭവതു യസ്യാര്യോ അനുമതേ ഗതഃ. ശ്ലോകം 42-ന്റെ അർത്ഥം: ആര്യനെ ശ്രീരാമനെ പോകാൻ അനുവദിച്ചവൻ കാട്ടിലെ കയച്ചവൻ ധർമ്മത്തിൽ മനസ്സു നിൽക്കാത്തവനായും അധർമ്മത്തിൽ ആമഗ്നനായും ആ പാത്രത്തിൽ ദാനം ചെയ്യുന്നവനായും ഭവിക്കട്ടെ. ശ്ലോകം 43. സഞ്ചിതാന്യസ്യ വിത്താനി വിവിധാനി സഹസ്രശഃ ദസ്യുഭിർവിപ്രലുപ്യന്താം യസ്യാര്യോ അനുമതേ ഗതഃ. ആര്യനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചവൻ അനവധി വിത്തം കൂട്ടിവെച്ചിട്ട് മുഴുവനും കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോയവനുള്ള ദുഃഖം അനുഭവിക്കട്ടെ. ശ്ലോകം 44. ഉഭേ സന്ധ്യേ ശയാനസ്യ യത് പാപം പരികൽപ്യതേ തച്ഛ പാപം ഭവേത്തസ്യ യസ്യാര്യോ അനുമതേ ഗതഃ. ശ്ലോകം 44-ന്റെ അർത്ഥം: രണ്ട് സന്ധ്യകളിലും കിടന്ന് ഉറങ്ങുന്നവനുള്ള പാപം
ആര്യനെ പോകാൻ അനുവദിച്ചവന് ഉണ്ടാവട്ടെ. ശ്ലോകം 45. യദഗ്നിദായകേ പാപം യത് പാപം ഗുരുതൽപകേ മിത്രദ്രോഹേ ച യത് പാപം തത് പാപം പ്രതിപദ്യതാം. ശ്ലോകം 45 അർത്ഥം: തീവയ്പ്പുകാരനും ഗുരുതൽപകനും മിത്രദ്രോഹിക്കുമുള്ള പാപം രാമനെ പോകാൻ അനുവദിച്ചവന് ഉണ്ടാവട്ടെ. ശ്ലോകം 46. ദേവതാനാം പിതॄണാം ച മാതാപിത്രോസ്തഥൈവ ച മാസ്മകാർഷീത് സശുശ്രൂഷാം യസ്യാര്യോ അനുമതേ ഗതഃ. ശ്ലോകം 46 അർത്ഥം: പിതൃക്കൾക്കും മാതാപിതാക്കൾക്കും ശുശ്രൂഷ ചെയ്യാത്തവൻ്റെ ഗതി ആര്യനെ പോകാൻ അനുവദിച്ചവന് ഉണ്ടാകട്ടെ. ശ്ലോകം 47. സദാം ലോകാത് സദാം കീർത്യ സജുഷ്ടാത് കർമ്മണസ്തഥാ ഭ്രശ്യതു ക്ഷിപ്രമദ്യൈവ യസ്യാര്യോ അനുമതേ ഗതഃ. ശ്ലോകം 47 അർത്ഥം: സത്തുക്കളുടെ ലോകത്തു നിന്നും സത്തുക്കൾക്കുള്ള കീർത്തിയിൽ നിന്നും സത്കർമ്മത്തിൽ നിന്നും ഭ്രഷ്ടനായവൻ്റെ അവസ്ഥ ആര്യനെ കാട്ടിൽ പോകാൻ അനുവദിച്ചവന് ഉടനെ തന്നെ ഉണ്ടാവട്ടെ. ശ്ലോകം 48. അപാസ്യ മാതൃശുശ്രൂഷാം അനർത്ഥേ സോപതിഷ്ഠതാം ദീർഘബാഹുർമഹാവക്ഷ യസ്യാര്യോ അനുമതേ ഗതഃ. ശ്ലോകം 48 അർത്ഥം: മാതൃശുശ്രൂഷ വെടിഞ്ഞ് അനർത്ഥത്തിൽ വർത്തിക്കുന്നവൻ്റെ അവസ്ഥ ദീർഘബാഹുവും വിശാലവക്ഷസ്സുമായ ആര്യനെ വിട്ടയച്ചവനുണ്ടാകട്ടെ. ശ്ലോകം 49. ബഹുർഭൃത്യോ ദരിദ്രച്ഛ ജ്വരരോഗസമന്വിതഃ സമായാത് സതതം ക്ലേശം യസ്യാര്യോ അനുമതേ ഗതഃ. സംരക്ഷരായവർ ഒട്ടേറെ ഉണ്ടാവുകയും ദരിദ്രനായിരിക്കുകയും ജ്വരം ബാധിക്കുകയും ചെയ്ത ഒരുവൻ്റെ അവസ്ഥ ആര്യനെ കാട്ടിലേക്ക് അയച്ചവനുണ്ടാവട്ടെ. ശ്ലോകം 50. ആശാമാശം സമാനാനാം ആശാമാശം സമാനാനാം ആശാമാശം സമാനാനാം ദീനാനാമൂർധ്വചക്ഷുഷാം അർത്ഥിനാം വിദധാം കുര്യാത് യസ്യാര്യോ അനുമതേ ഗതഃ. ശ്ലോകം 50 അർത്ഥം: ദീനന്മാരും ആശംസകൾ അർപ്പിക്കുന്നവരും അർത്ഥികളുമായി കണ്ണുകൾ ഉയർത്തി അഭ്യർത്ഥിക്കുന്നവരുടെ പ്രത്യാശകളെ നിഷ്ഫലമാക്കുന്നവൻ്റെ സ്ഥിതി ആര്യനെ കാട്ടിലേക്ക് അയക്കാൻ അനുമതി നൽകിയവർക്ക് ഉണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.